ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. റോയ്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമർ എറർ അനാലിസിസാണ്. അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിനെ നമുക്കിന്നൊന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ CGL 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ ഗോസ് ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. ഇതായിരുന്നു സെൻറ്റൻസ്. ഈ സെൻറ്റൻസിനെ 4 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ എന്ന് പറയുന്നത് A പാർട്ടാണ്, ഗോസ് ടു ലണ്ടൻ B പാർട്ടാണ്, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് C ആണ്, നോ എറർ എന്ന് പറയുന്നത് D. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എറർ ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്താണ്, ഇല്ലെങ്കിൽ നോ എറർ എന്ന് എഴുതിയാൽ മതി. ഇതായിരുന്നു നമുക്ക് തന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസിനകത്തുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസിനകത്തുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ എന്നാണ്. വെർബ് ഏതാണ്? ഗോസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആദ്യമേ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണെന്നാണ്. അപ്പോൾ അത് എന്താണ് എന്നൊന്ന് നോക്കാം നമുക്ക്. ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ റെഫേഴ്സ് ടു 2 ഡിഫറെൻറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ റെഫേഴ്സ് ടു 2 ഡിഫറെൻറ്റ് പീപ്പിൾ. അതായത് സബ്ജക്റ്റ് പ്ലൂറലാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി റെപ്പറ്റീഷൻ ഓഫ് ദി ആർട്ടിക്കിൾ ദി. അതായത് ദി എന്ന് പറയുന്ന ആ ആർട്ടിക്കിൾ രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, സെക്രട്ടറി എന്ന് പറയുന്നിടത്തും ഡി ഉണ്ട്, മാനേജർ എന്ന് പറയുന്നിടത്തും ഡി ഉണ്ട്. അങ്ങനെ ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ എന്ന് പറഞ്ഞാൽ അത് 2 ആളിനെ സൂചിപ്പിക്കുന്നതാണ്. അതല്ല ദി സെക്രട്ടറി ആൻഡ് മാനേജർ എന്നായിരുന്നെങ്കിൽ, അതായത് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ദി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഒരാളിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാണ്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ദി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അങ്ങനെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ഓക്സിലറി എപ്പോഴും പ്ലൂറലായിരിക്കണം. എപ്പോഴും പ്ലൂറലായിരിക്കണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ ഓക്സിലറി നമ്മൾ ഉപയോഗിക്കേണ്ട പ്ലൂറലായിരിക്കണം. അത് നമുക്ക് ഓക്സിലറി വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡസ് എന്ന് പറയുന്നത് സിംഗുലറാണ്, സിംഗുലർ ഓക്സിലറി. ഡു എന്ന് പറയുന്നത് പ്ലൂറൽ ഓക്സിലറിയാണ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ഓക്സിലറിയാണ്. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ഓക്സിലറിയാണ്. ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ഓക്സിലറിയാണ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ഓക്സിലറിയാണ്. വാസ് എന്ന് പറയുന്നത് സിംഗുലർ ഓക്സിലറിയാണ്. വേർ എന്ന് പറയുന്നത് പ്ലൂറൽ ഓക്സിലറി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സിംഗുലർ ആയിരിക്കണം അവിടുത്തെ സബ്ജക്റ്റ്. അതല്ല പ്ലൂറലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏതേ ഉപയോഗിക്കാവുള്ളൂ? അവിടെ ഡൂവേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഈ സെൻറ്റൻസിനകത്ത്, നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. പ്ലൂറലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല? ഡസ്സിനെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഡസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഡസ്സും ഡൂ ഒരിക്കലും സെൻറ്റൻസിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണത്തില്ല. 2 കണ്ടീഷൻ മാത്രമാണ് ഡസ്സും ഡൂവും ഒരു സെൻറ്റൻസിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഒന്നേ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ഈ സെൻറ്റൻസ് നെഗറ്റീവ് അല്ല, ഇവിടെ അത് ക്വസ്റ്റ്യനും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇതിനകത്ത് ഡസ് എവിടെ ചേർന്ന് വരുള്ളൂ? വെർബിനോടൊപ്പം ചേർന്ന് വരത്തുള്ളൂ. വെർബിനോടൊപ്പം ഡസ് ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അതായത് വെർബിൻ്റെ കൂടെ എസ് എന്നോ ES എന്നോ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഡസ് ചേർന്നിട്ടുണ്ട്. അതല്ല ബേസ് ഫോം ഓഫ് വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ ഡു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗോസ് എന്നാണ് തന്നിരിക്കുന്നത്, ഗോസിനകത്ത് ES വന്നിട്ടുണ്ട്, അതുകൊണ്ടറിയാം ഡസ് ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി ഡസ് ആയിരുന്നില്ല, ഡു ആണ്. ഡു ചേർക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസ് ഫോമേ വരുള്ളൂ, അതായത് ഗോ എന്നേ വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഗോസിനെ വരെ എന്തായിരുന്നു ഉപയോഗിക്കേണ്ടത്? ഗോ ആണ് ഉപയോഗിക്കേണ്ടത്. സോ ഗോ ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗോസ്. ശരിയല്ലേ? അപ്പോൾ ഇതാണ്. അതുകൊണ്ട് നമ്മുടെ എന്തെടുക്കാം? നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മുടെ ശരി ഉത്തരം അപ്പോൾ എന്താവും? ദി സെക്രട്ടറി ആൻഡ് ദി മാനേജർ ഗോ ടു ലണ്ടൻ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ നമ്മുടെ എറർ എവിടെ വന്നു എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഗോസ് ടു ലണ്ടൻ എന്നല്ലായിരുന്നു വരേണ്ടത്, ഇവിടെ വരേണ്ടത് ഗോ ടു ലണ്ടൻ. അത് B പാർട്ടാണ്. അപ്പോൾ B പാർട്ടിലാണ് നമുക്ക് എന്ത് പറ്റിയത്? എറർ വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കുറച്ച് 1-2 ഉദാഹരണങ്ങളൂടെ നോക്കാം. ദി ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ് ഗോസ് ടു സ്കൂൾ. ശരിയല്ലേ? ദി ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ് ഗോസ് ടു സ്കൂൾ. അവിടെ ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ 2 പേരാണ്, പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ഗോസ് ഡസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഡു ആണ് ഉപയോഗിക്കാൻ. ഡു ഉപയോഗിക്കുമ്പോൾ അത് ഗോ ആയിട്ട് മാറും.
ദി ഡോക്ടർ ആൻഡ് ദി നഴ്സ് ഹാസ് വർക്ക്ഡ് ടുഗദർ. അപ്പോൾ ഡോക്ടർ ആൻഡ് ദി നഴ്സ് ഹാസ് വർക്ക്ഡ് ടുഗദർ എന്ന് പറയുമ്പോൾ ദി ഡോക്ടർ ആൻഡ് ദി നഴ്സ് എന്നാണ്, രണ്ട് പേരാണ്, പ്ലൂറലാണ്. ഹാസ് ഉപയോഗിക്കാൻ പാടില്ല. ഹാസിന് പകരം എന്ത് ഉപയോഗിക്കണം? ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹാസിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ആയിരുന്നു വന്നിരുന്നതെങ്കിൽ അവിടെ ഈസാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആറാണ്. വാസ് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേറാണ്. അപ്പോൾ ഈ 4 കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡസ് വരികയാണെങ്കിൽ ഡു, സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഡസ് ഉപയോഗിക്കാവൂ, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കണം. അതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. അതായത് ഈസിനെ റീപ്ലേസ് ചെയ്താൽ നമ്മൾ ആറേ എഴുതാവുള്ളൂ, ഡസ്സിനെ റീപ്ലേസ് ചെയ്താൽ ഡു എഴുതാവുള്ളൂ, വാസിനെ റീപ്ലേസ് ചെയ്താൽ വേറെ ഉപയോഗിക്കാവുള്ളൂ, ഹാസിനെ റീപ്ലേസ് ചെയ്താൽ ഹാവിനെ തിരിച്ചും. ഡുവിനെ റീപ്ലേസ് ചെയ്താൽ ഡസ് ഉപയോഗിക്കണം, ആറിനെ റീപ്ലേസ് ചെയ്താൽ ഈസിനെ ഉപയോഗിക്കാം. അതായത് സബ്ജക്റ്റിൻ്റെ മാറുന്നതിനെ തിരിയുന്നതനുസരിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം, ഹാസ് ഉപയോഗിക്കാം, വാസ് ഉപയോഗിക്കാം. ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത്? പ്ലൂറലാണെങ്കിൽ നമ്മൾ ഡു, ആറ്, ഹാവ്, വേർ ഇങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.